ഹരിപ്രസാദിനെ അന്വേഷിച്ച് വാടക വീട്ടിലെത്തുന്ന സജീവ്. തന്നെ അപമാനിച്ചതിൽ വസുന്ധരയോട് അമർഷം പറയുന്ന കാർത്തിക. ഹരിപ്രസാദ് സജീവിന്റെ ഓഫീസ് ക്യാബിനിലെത്തുന്നു. സജീവിന്റെ കൂടെ ഇരിക്കുന്ന ഹരിപ്രസാദിനെ അപമാനിക്കുന്ന കാർത്തിക. ഒരു കുഞ്ഞിക്കാല് കാണാത്തതിൽ പരിഭവം പറയുന്ന വസുന്ധര. ഇനി തുടർന്ന് കാണുക. അല്ല, അറിയാൻ മേലഞ്ഞിട്ട് ഞാൻ ചോദിക്കുക, എന്താ നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം? കല്യാണമെന്ന് കേട്ട മുഖം തിരിച്ചെന്ന ഉദയനെ ഞാൻ പിടിച്ച് കെട്ടിച്ചതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരാൺകുഞ്ഞ്. കുന്നത്തൂർ കോവിലകത്തിന്റെ അനന്തരാവകാശിയായി എനിക്കൊരു കൊച്ചുമോ. അതെന്റെ ആഗ്രഹവും അവകാശവുമാണ്. എന്റെ ആഗ്രഹം നടക്കരുതെന്നുള്ള വാശിയാണോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? അറിയണം എനിക്ക്. ഈ കോലത്ത് ഒരാൺസന്തതി വേണ്ടെന്നാണോ? എന്താ മിണ്ടാട്ടം ഇല്ലാത്തത്? അല്ല, എന്നെ എന്തിനാ തുറച്ചു നോക്കുന്നത്? ഒരു ഡോക്ടറെ കാണാൻ എത്ര തവണ ഞാൻ പറഞ്ഞു. നാളെ നാളെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറും. ബാക്കി എല്ലാത്തിനും സമയമുണ്ട്. ഒരു ഡോക്ടറെ കാണാൻ എത്ര സമയം വേണം? ഡോക്ടറെ കാണാൻ നന്ദനയ്ക്ക് എന്താ കുഴപ്പം? എനിക്കോ? അത് ശരി, അമ്മയുടെ മുമ്പിൽ വെച്ച് എന്നെ പഴിചാരാനാണോ പരിപാടി? എന്താ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഡോക്ടറെ കാണേണ്ട കാര്യമുണ്ടെങ്കിൽ കാണണ്ടേ അമ്മേ? അത് പക്ഷെ സമ്മതിച്ചു തരില്ല. അമ്മയോടല്ലേ പറയുന്നേ? അറിഞ്ഞിരിക്കട്ടെ. അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുന്നത് പ്രശ്നമാണെങ്കിൽ കുറെ അകലെയുള്ളിടത്ത് പോവാം. പന്തളത്ത് നല്ലൊരു ക്ലിനിക് ഉണ്ട്, പേര് കേട്ടൊരു ഡോക്ടറാ. ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ഒരു ദിവസം പോവാം. എനിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് തന്നോട് ആരാ പറഞ്ഞു? പിന്നെ എനിക്കാണോ പ്രോബ്ലം? തന്റെ പ്രോബ്ലം എന്താണെന്ന്. നിർത്ത്. നിങ്ങൾ തമ്മിൽ വഴക്കിടാനല്ല ഞാൻ ഈ വിഷയം എടുത്തിട്ടത്. വലിയ കഷ്ടം തന്നെയാ. ഒരാള് നാടകത്തിലെ പ്രതിഭ, മറ്റേയാള് ഓഫീസിലെ ഉത്തരവാദിത്വമുള്ള മാഡം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് തമ്മി വഴക്കടിക്കുക. തമ്മിൽ സ്നേഹിക്കാൻ പഠിക്കേ. അപ്പോഴാ ഒരു കുടുംബമാവുന്നതും ബാക്കി കാര്യങ്ങൾ നേരെയാകുന്നതും. സ്നേഹമില്ലാത്തടത്ത് എങ്ങനെയാ ദൈവാധീനം ഉണ്ടാവുന്നത്? അതാദ്യം മനസ്സിലാക്ക. ഉദയ, രാവിലെ ഇറങ്ങിപ്പോയ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വരാനിന്ന് പതിവിലും വൈകുന്നു. അതോ വൈകി വരണമെന്ന് ആഗ്രഹിച്ചോ? അമ്മയുടെ മുമ്പിൽ വെച്ച് താൻ പലതും പറയുമ്പോ ഞാൻ റിയാക്ട് ചെയ്യാത്തത് ഒരൊച്ചപ്പാടുണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാ? അതെന്റെ ഒരു വീക്ക്നെസ് ആയി കാണരുത്. അമ്മയ്ക്ക് പല സ്വപ്നങ്ങളും കാണും, ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കാം. അതെല്ലാം സഫലമാക്കി കൊടുക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിട്ടില്ല. അമ്മ പറയുന്നു, നമ്മൾ കേൾക്കുന്നു. അതിനപ്പുറത്തേക്ക് നന്ദന കയറി പ്രതികരിക്കാൻ പോകുന്നത് അതിസാമർത്ഥ്യമാണ്. ഇന്നത്തെ കാര്യം തന്നെ നോക്ക്. ആൺകുട്ടി, പേരമകൻ എന്നൊക്കെ അമ്മ പലപ്പോഴും പറയുന്നതാ. അതിന്റെ ഇടയിലൂടെ കയറി എന്റെ നേരെ വിരൽ ചൂണ്ട തന്നോട് ആര് പറഞ്ഞു? ഞാൻ ഡോക്ടറെ കാണണം പോലും. എന്ത് കുഴപ്പത്തിന്? എപ്പോഴും എനിക്ക് സെൽഫ് കൺട്രോൾ കിട്ടിയില്ലാന്ന് വരും. അത് ഓർത്തിരിക്കുന്നത് നല്ലതാ. എനിക്ക് കുഴപ്പമുണ്ടെന്ന് നന്ദന സ്വപ്നം കണ്ടോ? അതാരെങ്കിലും പറഞ്ഞോ? കുട്ടികളുണ്ടാവുന്ന കാര്യത്തിൽ ഇയാളെന്താ ഇയാളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ടോ? കഴിവ് തെളിയിച്ചത് ആരാണെന്ന് അമ്മയോട് പറയേണ്ടതായിരുന്നു. പിന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്നോട് ഔദാര്യം കാണിച്ചതാണോ? ആണെങ്കിൽ അങ്ങനെയുള്ള കൺസിഡറേഷൻ കാണിച്ച് എന്നെ സഹായിക്കരുത് മേലിൽ.
എങ്കി ഒരു കാര്യത്തിൽ തന്റെ ഇടം കാണിക്കണം. ആരെക്കുറിച്ചാ എന്തിനെക്കുറിച്ചാ ഞാൻ ഉദ്ദേശിക്കുന്നെന്ന് മനസ്സിലായി കാണും. ആ റിലേഷനെ പറ്റി അമ്മയോട് തുറന്ന് സംസാരിക്കാൻ ധൈര്യമുണ്ടോ? അങ്ങനെ വെല്ലുവിളിച്ച് ഇയാളായിട്ടൊരു പ്രൊവോക്കേഷൻ ഉണ്ടാക്കണ്ട. ആവശ്യമെന്ന അവസരം നോക്കി അമ്മയോട് എല്ലാം പറയാൻ എനിക്ക് മടിയില്ല, ഭയമില്ല. അപ്പോ ഒളിച്ചുകളി ഉണ്ട്. പക്ഷെ ഒളിച്ചോട്ടമില്ല. എന്താ വിശദീകരണമില്ലേ? ഒളിച്ചോടിയ വകയിൽ സമ്പാദ്യമൊന്നും കിട്ടാതിരുന്നത് ഭാഗ്യമാണെന്ന് വിചാരിക്കും. എനിക്കും കുട്ടി ഉണ്ടായിരിക്കും എന്നാണ് സൂചന. ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ വരട്ടെ, സമയം കഴിഞ്ഞു പോയിട്ടില്ല. ക്ഷോഭിക്കാൻ തോന്നുന്നുണ്ടാവും. അച്ഛാന്ന് വിളിച്ചൊരു കുട്ടി വന്ന് ചേർന്ന് നിന്നത് അത്ര പെട്ടെന്ന് മറക്കാവുന്ന കാര്യമല്ല. ആ കുട്ടി എന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നതേ ഉള്ളൂ, അപ്പോഴേ അങ്ങ് പോവുകയും ചെയ്തു. പക്ഷെ അതിനെ ചൊല്ലിയുള്ള ചിന്ത തന്റെ മനസ്സിലാണ് കയറി പറ്റിയിരിക്കുന്നത്. ഒട്ട് ഇറങ്ങി പോകുന്നുമില്ല. മനസ്സിൽ നിന്നായാലും മടിയെന്നായാലും പെട്ടെന്ന് ഇറക്കി വിടാൻ ചിലർക്ക് കഴിയും, എല്ലാവർക്കും ആ കഴിവില്ല. ഞാൻ അത്താഴം എടുക്കാൻ പോവാം. കഴിക്കുന്നുണ്ടെങ്കിൽ താഴേക്ക് വരാം. അപ്പൊ ഞാൻ കഴിക്കണമെന്നില്ല തനിക്ക്? വേണ്ടെന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കഴിക്കൂ, ഇല്ലല്ലോ. ഇനി അത്താഴം വേണ്ടെങ്കിൽ അതിനുള്ള കാരണം അമ്മയൊന്ന് പറഞ്ഞ് ബോധിപ്പിച്ചേക്കണം. ജാമ്യം നിൽക്കാനൊന്നും ഞാനില്ല. ഇതെങ്ങോട്ടാ സർക്കിട്ട്? പുറത്തു പോയിട്ട് ചില ആവശ്യങ്ങളുണ്ട്. നിന്റെ ആവശ്യങ്ങൾ മാത്രം നടന്നാ മതിയോ ഉദയ? അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, കൊണ്ടുവരാം. എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതാണല്ലോ. അത് പക്ഷെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവരാൻ പറ്റുന്നതല്ലോ. നീ എന്താ ചെണ്ടമേളത്തിന്റെ മുമ്പിൽ പൊട്ടം നിൽക്കുന്ന പോലെ നിൽക്കുന്നത്? മനസ്സിലായില്ലേ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന്? അതോ ഇന്നലെ പറഞ്ഞതൊക്കെ മറന്നുപോയോ? എങ്കിൽ ഓർമ്മിപ്പിക്കാം. കുന്നത്തൂർ കോവിലകത്ത് വരും തലമുറയിലേക്ക് ഒരു ആൺകുട്ടി, അതാണ് എനിക്ക് വേണ്ടത്. എനിക്ക് പോകാൻ കുറച്ച് ധൃതിയുണ്ട്. എങ്ങോട്ടാ ഈ തിരക്കിട്ട് പോകുന്നത്? ഒരു മീറ്റിംഗ് ഉണ്ട്, അത്യാവശ്യമായിട്ടൊരു ഫ്രണ്ടിനെ കാണണം. പിന്നെ നാളെ കളറി ഡിസ്കഷൻ വെച്ചിട്ടുണ്ട്. ആർക്കു വേണ്ടിയാ ഇതൊക്കെ? ഉദയൻ ഒരാൾ ചെന്നില്ലെങ്കിലും അതൊക്കെ നടക്കും. തൊഴിലില്ലാത്ത കുറെ പേരുണ്ടല്ലോ ചർച്ച നടത്താൻ. ഉദയൻ ഇന്ന് ഒരു കുന്തത്തിനും പോകുന്നില്ല എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. പറ്റണം. എല്ലാം നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതാ. ഞാനും ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് അവധി ദിവസമാ. നീ നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പോ. സിനിമയ്ക്കോ ഷോപ്പിങ്ങിനോ പാർക്കിലോ എവിടെയാന്ന് വെച്ചാ നന്ദനെ വിളിച്ചോണ്ട് പോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് അത്യാവശ്യമായിട്ട് ചില ഞാൻ ഈ പറഞ്ഞതിനപ്പുറത്ത് ഒരത്യാവശ്യവും ഇല്ല. നന്ദനയും കൊണ്ടാണെങ്കിൽ മാത്രം ഉദയൻ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാ മതി. അതൊന്നും നടക്കുന്ന കാര്യമല്ല. നടക്കൂ ഉദയ, നടന്നേ പറ്റൂ. എന്റെ ഈ ചെറിയ ആവശ്യം നീ ധിക്കരിച്ചാ നാളെ മുതൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിനക്കറിയാവോ? നീ നാടകം കളിക്കുന്ന എല്ലാ സ്ഥലത്തും ഞാൻ വരും. ഈയാടെ അഭിനയം കാണാനല്ല, നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോ സ്റ്റേജിൽ കയറി വരും ഞാൻ. നീ കാരണം പെറ്റമ്മയായ ഞാൻ അനുഭവിക്കുന്ന സങ്കടം എത്രയാണെന്ന് മൈക്കിലൂടെ വിളിച്ചു പറയും. മഹാനടനായ ഉദയവർമ്മയുടെ തനിനിറം നിനക്ക് കൈയടിക്കാൻ വരുന്നവരോട് ഒന്ന് അറിയട്ടെ. എന്നിട്ട് കൈയടിക്കണോ കൂവി വിളിക്കണോന്ന് അവര് തീരുമാനിക്കട്ടെ. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അങ്ങനെ ചെയ്യും ഞാൻ. അത്രയ്ക്ക് മടുത്തു. ഭാര്യയും കുട്ടി പുറത്തു പോണോന്ന് ഇനി നീ തീരുമാനിക്കേ.
നമ്മളിന്ന് എവിടേക്കാ പോകുന്നത്? നമ്മളോ? ബഹുവചനം വേണ്ട. ഇവിടെ നിന്ന് ഇറങ്ങുന്ന വരെ ഉള്ളൂ നമ്മൾ. റോഡിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും താനും, അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സോ മറ്റോ നന്ദനെ കയറ്റിവിട്ടിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും. എങ്കിൽ ആ നിമിഷം എന്റെ ഫോണിൽ നിന്നൊരു കോള് പോവും. അമ്മയ്ക്ക്. എന്നെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് ആൾ സ്ഥലം വിട്ടെന്ന് ഞാൻ അമ്മയോട് പറയും. നാശമായല്ലോ ഇത്. എന്റെ കാര്യമാണോ അതോ അമ്മയുടെ കാര്യമാണോ നാശായെന്ന് പറഞ്ഞത്? ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ക്ഷമിക്കണ്ട. എന്നെ ശിക്ഷിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവാം. അതെ, ഞാൻ ബന്ധപ്പെട്ട് ഈ സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങിയത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഷോപ്പിംഗ് നടത്താനല്ല, വെറുതെ പ്രദർശന വസ്തുവായ ഷോപ്പിംഗ് മാളിൽ നിൽക്കാനും അല്ല. പിന്നെ എന്താണ് അവ കാര്യപരിപാടി? എനിക്കൊരു സിനിമ കാണണം. അയ്യോ. പാർക്കിൽ പോണം, കുറെ നേരം കാറ്റുകൊണ്ട് നടക്കണം, വടക്കുനാഥ ക്ഷേത്രത്തിൽ തൊഴണം, പിന്നെ എക്സിബിഷൻ ഒന്ന് കാണണം. നല്ല വിശപ്പാകുമ്പോ പോയി ബിരിയാണി കഴിക്കണം, പിന്നെ ഐസ്ക്രീം, ഫ്രൂട്ട് സാലഡ്, ബർഗർ, പിസ്സ ഒക്കെ കഴിക്കണം. ഇതെല്ലാം ഒരുമിച്ച് കഴിക്കാനാണ് പരിപാടിയെങ്കിൽ ഒരിടത്തും കൂടി പോണ്ടി വരും, ഹോസ്പിറ്റലിലേക്ക്. പഴയ വിറ്റാണെങ്കിലും കുഴപ്പമില്ല. ഒരുമിച്ചൊരിടത്ത് പോകുമ്പോ ഇത്ര നേരമ്പൊക്കൾ പറയുന്ന ഒരു രസമായിരിക്കും. ഓ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാനിപ്പോഴേ പറഞ്ഞേക്കാം, ഭാര്യയെ അണിയിച്ചൊരുക്കി നഗരപ്രദക്ഷിണം നടത്തുന്ന ഏർപ്പാടൊന്നും എനിക്ക് ശരിയാവില്ല. എല്ലായിടത്തും കൊണ്ടുപോകൊന്നും വേണ്ട, എന്നാലും ഒന്ന് ചുറ്റിക്കറങ്ങണം. പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക്. ഇത്തരം ഷോകളിലൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന്. എങ്കിലും അമ്മയോടത് തുറന്നു പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറയാം. എന്തൊരു ബോറാണിത്. റെഡിയായെങ്കിൽ എഴുന്നള്ളിയ നന്നായിരുന്നു. ഇങ്ങനെ മൗനവ്രതത്തിനായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല, വീട്ടിലിരുന്നാ മതിയായിരുന്നു. മതിയായിരുന്നു. പുറത്ത് ചാടാൻ ഉത്സാഹിച്ചത് ഞാനല്ല. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലേ, കുറച്ചു നേരം വർത്താനെങ്കിലും പറഞ്ഞു നടക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ചർച്ചയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ വീട്ടിലിരുന്നു ആവായിരുന്നു. ഒരു അബദ്ധം പറ്റി എനിക്കെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അബദ്ധം? തനിക്ക് ഒരബദ്ധമല്ലേ പറ്റിയുള്ളൂ. എനിക്ക് 3 അബദ്ധങ്ങളാ പറ്റിയത്. കല്യാണം കഴിച്ചു എന്നുള്ളത് ഒന്നാമത്തെ അബദ്ധം. അത് ഇപ്പോഴത്തെ ആളിനെ തന്നെയാണെന്നുള്ളത് രണ്ടാമത്തെ അബദ്ധം. അബദ്ധമാണെന്ന് അറിഞ്ഞിട്ടും വിവാഹബന്ധം ഇപ്പോഴും തുടരുന്നത് മൂന്നാമത്തെ അബദ്ധം. ഡയലോഗ് കൊള്ളാം, പക്ഷേ നാടകത്തിനെ യോജിക്കുന്നേ ഉള്ളൂ. ജീവിതം ഒരു നാടകമായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ രംഗത്തിന് കർട്ടനിട്ടൂടെ? എനിക്ക് ഇന്നലെ സമ്മതം. പക്ഷെ ഈ വാചകടിക്കുന്ന ആള് അമ്മയെ മുൻനിർത്തി അതിന് തയ്യാറാവില്ലല്ലോ. ഈ ഡബിൾ പ്ലേ ആണ് എനിക്ക് പിടിക്കാത്തത്. അമ്മയെക്കുറിച്ച് ഇത്രയും കരുതലുള്ള ആള് അമ്മയുടെ വാക്കുകൾ അതേപോലെ പരിഗണിക്കാറുണ്ടോ? അതാണ് ശരിക്കും ഡബിൾ പ്ലേ. ഇതിന് മറുപടി പറയാൻ പറ്റിയ സ്ഥലവും സമയമല്ല ഇത്. ഇതിലും ഭേദം തമ്മിൽ ഒന്നും ഉരിയാടാതെ നിൽക്കുന്നതായിരുന്നു. എന്താ സംശയം? സി.കെ പറയൂ. അല്ല, പറഞ്ഞോളൂ. ആ ബുക്ക് എനിക്ക് കിട്ടിയില്ല, പബ്ലിക് ലൈബ്രറിയിൽ ഇല്ല. ഞാൻ ചോദിച്ചതാ. സംഘടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. 10-20 വർഷം മുമ്പിറങ്ങിയ പുസ്തകമല്ലേ. ആ, അത് നോക്കാം. അത് ശരി. ഇല്ലില്ല, അത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. മാഡം, എന്താ ഇവിടെ? ഒഴിവ് ദിവസമല്ലേ സജീവ്, ഒന്ന് പുറത്തിറങ്ങാന്ന് വിചാരിച്ചു. ഓ,
ഗുഡ് മോർണിംഗ് സർ. ആ ആദ്യം പുസ്തകം കിട്ടട്ടെ സി കെ. ടെക്സ്റ്റ് പഠിച്ചിട്ട് തുടർന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ആ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഡ്രാമയാണെങ്കിൽ തീർച്ചയായും നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഓക്കെ. ആ ശരി മാഡം, എനിക്കൊരാളെ കാണാനുണ്ട്. ഓക്കെ. അത് നോക്കാം നമുക്ക്. ഓക്കെ then. ശരി സി കെ. മോശമായിപ്പോയി. ഒരു കോൾ വന്നത് അറ്റൻഡ് ചെയ്താണോ? അല്ല, നമ്മുടെ ഓഫീസിലെ മാനേജറാ സജീവ്. അയാൾ വന്ന് വിഷ് ചെയ്തിട്ട് മൈൻഡ് ചെയ്യാതിരുന്നത് മോശമായി പോയെന്നാ ഞാൻ പറഞ്ഞത്. ഞാൻ അയാളെ ശ്രദ്ധിച്ചില്ല. ഇത് തന്നെയാ കുഴപ്പം. ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അതിനുള്ള മനസ്സില്ല എന്നുള്ളതാ സത്യം. അയാൾ ഓഫീസിലെ മാനേജറാ, എന്റെ മാനേജറല്ല. പിന്നെ ഞാൻ എന്തിനു ശ്രദ്ധിക്കണം? ആ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ മാനേജിംഗ് പാർട്ട്ണർ ആയതുകൊണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വക കാര്യങ്ങൾ ശ്രദ്ധയുണ്ടായിരിക്കണം. മറ്റ് പലരുടെയും കാര്യത്തിൽ ആവശ്യത്തിലധികം ശ്രദ്ധയുള്ള ആളുടെ മുഖത്താ അവഗണനയുടെയും പുച്ഛത്തിന്റെയും റിയാക്ഷൻ. ദുസൂചനകൾ വേണ്ട. നിർത്തി. ഞാനൊന്നും മിണ്ടുന്നില്ല. ഇനി എങ്ങോട്ടാ? എങ്ങോട്ട് പോയിട്ട് എന്താ? ഇതല്ലേ അനുഭവം. എന്നാലും പറയണം. ഇഷ്ടം പോലെ. സീറ്റ് ബെൽറ്റ് ഇടുന്നത് കുറച്ചിലൊന്നും അല്ല. ഓ താങ്ക് യു. ATM കുറച്ച് കാശ് എടുക്കണമായിരുന്നു. അത്യാവശ്യത്തിനുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട്. അത് കൈ തന്നെ ഇരുന്നോട്ടെ. Yeah.